എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചന ശുശ്രൂഷയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ചരിത്രത്തിന്റെ 4 ഭാഗങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. സൃഷ്ടി, വീഴ്ച, വീണ്ടെടുപ്പ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. ഇത് നമുക്കൊരു 4ാമത്തെ ഭാഗം മഹത്വീകരണമാണ്. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ ദൈവം ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവർ ദൈവമഹത്വമുള്ളവരായി. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ട നമുക്ക് ദൈവം സൃഷ്ടിയെങ്കിൽ നൽകിയിരുന്ന തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നത്തെ മനുഷ്യനെ പോലെ ആയിരുന്നില്ല അന്നത്തെ മനുഷ്യൻ. അടിസ്ഥാനപരമായി അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ആദം ഹവ്വമാർക്ക് ഒരു തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട അവര് ഇന്ന് ഉള്ളതുപോലെയല്ല അവർ അന്നിരുന്നത്. അവർക്ക് ഉദാഹരണമായിട്ട് അവർ നഗ്നരായിരുന്നെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. വസ്ത്രത്തിന്റെ ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയിലാണ് അവരെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ആ സൃഷ്ടിയിൽ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ആ തേജസ് എന്ന് പറഞ്ഞത് നമുക്ക് നഷ്ടമായി പോയി. അത്തിയില തുന്നി അരയാട ഉണ്ടാക്കി നഗ്നത മറക്കേണ്ടതായിരിക്കുന്ന ഒരവസ്ഥയാണ് ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായത്. ദൈവശബ്ദം കേൾക്കുന്ന ഉടനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നിരുന്ന ആദഭവമാർ ദൈവശബ്ദം കേട്ട് ഭയപ്പെട്ട് വൃക്ഷങ്ങൾക്ക് ഇടയിൽ ഒളിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിന്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട് ഒളിച്ചുപോയി എന്നാണ്. ആദമേ, നീ എവിടെ എന്ന് ദൈവം ചോദിച്ചപ്പോ ആദം ഉത്തരം നൽകിയത്. നഗ്നനെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നോ? അനുസരണക്കേടിന്റെ ഫലമായിട്ടാണ് മനുഷ്യനെ പാപിയായി തീർന്നത്. അവന് ഈ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ലഭ്യമായതായിരിക്കുന്ന വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ദൈവ തേജസ് നമുക്ക് വീണ്ടും നൽകുകയാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട ആളുകളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് തേജസ് ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും നോക്കിയാൽ രക്ഷിക്കപ്പെട്ടവരുടെ മുഖത്തൊരു ഐശ്വര്യമുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം മറ്റുള്ളവര് എല്ലാവരും അല്ലെങ്കിൽ തന്നെയും ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന മദ്യപാനം, പുകവലി, നിക്കോട്ടിന്റെ ഉപയോഗങ്ങള്, ഡ്രഗ്സിന്റെ മറ്റുപയോഗങ്ങള്, ഇങ്ങനെയുള്ള നിരവധി ദൂഷ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവര് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിൽ ആ വിധ വസ്തുക്കൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉണ്ടാകുന്നതായിരിക്കുന്ന ജീർണത ഇല്ല. എന്നാലും നാം രോഗത്തിന് വിധേയരാണ്, ക്ഷീണത്തിന് വിധേയരാണ്. നമുക്ക് ഇന്നും പ്രശ്നങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടു വീണ്ടെടുപ്പൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും പാവത്തിന്റെ പ്രലോഭനങ്ങളും നിരാശകളും ഡിപ്രഷനും അതുപോലെ മാരകങ്ങളായ രോഗങ്ങൾ മറ്റുള്ളവർക്ക് വരുന്ന പോലെ നമുക്കും വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം ഉള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു വിമോചനം ലഭിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മഹത്വീകരണം എന്ന് പറഞ്ഞത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് കഴിയൂ. എന്നാൽ പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. പാപത്തിന്റെ ജീർണത നമ്മിൽ അത് വളരെയധികം ദൃശ്യമാണ്. പാപം നമ്മിൽ താണ്ഡം ആടിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മെ അടിമകളാക്കി തീർത്തിരിക്കുന്നു. ഇതെല്ലാം ശരിയാണെങ്കിലും രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ടും ദൈവത്തിന്റെ വചനം ആലോചനക്കാരനായിട്ട് അവരുടെ കരങ്ങൾ ഉള്ളത് കൊണ്ടും അവർ കർത്താവിന്റെ സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് കൊണ്ടും പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോടെ കാര്യങ്ങൾ ചോദിക്കുവാനും പറയുവാനും കഴിയുന്നത് കൊണ്ടും അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ഒരു അനുഗ്രഹമുണ്ട്. ജീർണത അതിന്റെ പൂർണ്ണതയിൽ അവരെ ബാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ ഒരു പരിപാടി ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് അവരെ വിട്ടുപോകും എന്ന് അവർക്ക് മനസ്സിലായി.
കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, അവൻ സ്വർഗത്തിലേക്ക് തിരികെ പോകും എന്ന് മനസ്സിലായി. ആ അറിവ് അവരുടെ ഹൃദയത്തെ വളരെയധികം വിഷമിപ്പിച്ചു. കർത്താവ് നോക്കിയപ്പോൾ അവരുടെ ഹൃദയമൊക്കെ വാടിയിരിക്കുന്നത് കണ്ടു. കർത്താവ് അവരോട് സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയം വാടിപ്പോകരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എന്റെ പിതാവിലും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പദ്ധതിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് അതിന്റെ 3-4 വാക്യങ്ങളില്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് കർത്താവിന്റെ പരിപാടിയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, ശരി തന്നെ, പക്ഷെ പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ അവിടെ ചെന്നിട്ട് സ്ഥലം ഒരുക്കും. അതിനുശേഷം ഞാൻ വന്നിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. നമ്മുടെ മഹത്വീകരണത്തിന്റെ അതേ വലിയ ഒരു അനുഗ്രഹീതമായ അവസ്ഥ അതാണ്. കർത്താവ് നമ്മെ വന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നാം അവിടെ ഇരിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് യോഹന്നാൻ പറഞ്ഞു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതിനു മുമ്പ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നാം ദൈവത്തിന്റെ മക്കളാണ്, പക്ഷെ നാം ആരായി തീരുമെന്നൊന്നും അറിയില്ല, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തമ്മിൽ വരുന്നറിയില്ല. പക്ഷേ നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരും. കർത്താവിനെ നാം നേരിൽ കാണുകയും ആ കാഴ്ച നമ്മുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തുകയും ചെയ്യും. അത് നമ്മുടെ മഹത്വീകരണത്തിന്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എത്ര മനോഹരമാണ്! കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, നമ്മുടെ പ്രത്യാശയാണ്. കാരണം നമ്മുടെ മഹത്വീകരണം എന്ന് പറയുന്നത് അവിടെയാണ്. കർത്താവിന്റെ വരവെങ്കിലാണ് അത് സംഭവിക്കുന്നത്. കർത്താവ് വേഗം വരും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ നാം ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. ഇന്ന് എവിടെയും ക്രൈസ്തവരുടെ ഇടയിൽ സംസാരിക്കപ്പെടുന്ന വിഷയം കർത്താവ് ഉടനെ വരുമോ, കർത്താവിന്റെ വരവ് അടുത്തോ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. അടുത്തു എന്നുള്ളത് നമുക്ക് സംശയമില്ല. കാരണം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളില് കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. താൻ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒന്നാമതവൻ പ്രത്യക്ഷനായത് ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാനാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്നുള്ളത് കൊണ്ട് കർത്താവ് മനുഷ്യത്വം ഏറ്റെടുത്ത് കാൽവരിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായിട്ട് 3 ആണികളിൽ തൂങ്ങി മരിച്ചു. അവൻ രക്തം ചൊരിഞ്ഞു. അവന്റെ തലയിൽ നിന്ന് ധാരധാരയായ രക്തം അത് ഒഴുകുന്നതായി കാണാം. കാരണം അവർ മുൾമുടി വെച്ച് ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ അവന്റെ 2 കരങ്ങളിൽ നിന്നും 2 കാലുകളിൽ നിന്നും രക്തം ധാരാളമായിട്ട് ഒഴുകുന്നു. ചാട്ടവാറിന്റെ അടി കൊണ്ട് അവന്റെ പുറമെല്ലാം ഉഴവുകാർ ഉഴുതുപോലെയായി അവിടെ നിന്ന് രക്തം ധാരാളമായിട്ട് ഒഴുകുകയാണ്. ഏറ്റവും ഒടുവിലിതാ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിക്കയറ്റി അവിടെ നിന്ന് രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാൽവറിയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതെന്തിനാ കർത്താവ് ഈ നിലയിലായതെന്ന് ചോദിച്ചാൽ, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് കർത്താവ് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്വർഗത്തിലേക്ക് പോയി നമുക്ക് വേണ്ടി ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുന്നു. അത് പണിത് കഴിഞ്ഞാൽ ഉടൻ വരുമെന്നാ പറഞ്ഞു. അങ്ങനെയാ, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അത് ഭവനമാണോ, വീടാണോ, കെട്ടിടമാണോ, അതൊന്നും നമുക്കറിയില്ല. സ്ഥലം ഒരുക്കുവാൻ, നമുക്ക് വസിക്കുവാനുള്ള ഒരു സ്ഥലം കർത്താവ് ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2000 കൊല്ലം കൊണ്ട് പണിയുന്നതായിരിക്കുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കും. 6 ദിവസം കൊണ്ട് പണിതതായിരിക്കുന്ന സൃഷ്ടിച്ചതായിരിക്കുന്ന പ്രപഞ്ചം ഇത്ര മനോഹരമെങ്കിൽ 2000 വർഷങ്ങൾ കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന കർത്താവിന്റെ സഭയ്ക്ക് വസിക്കുവാനുള്ളതായിരിക്കുന്ന സ്ഥലം എത്ര അധികം മനോഹരം ആയിരിക്കും. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ വരുമെന്നാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളതാണ്. കാത്തു നിൽക്കുക, കാത്തിരിക്കുക എന്നാണ് സാധാരണ പറയുന്നതെങ്കിൽ ഇവിടെ കാത്തു നിൽക്കുന്നവര്
എന്ന് പറയുന്നു. കാരണം ഈ നിൽക്കുക എന്ന് പറയുന്നത് പോകുവാനുള്ളതായിരിക്കുന്ന ഒരു ധൃതിയിലാണ്. പെസഹ ഇസ്രായേലിൽ നിന്ന് യഹൂദന്മാർ നിന്നുകൊണ്ട് കഴിച്ചു. കാരണം ദർ ഓൺ ദ വേ. ഒരാളോട് പറയുമല്ലോ, ഇരുന്ന് കഴിക്കുന്നവരെ, ഇല്ല സമയമില്ല, പെട്ടെന്ന് പോകണം, ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്ന എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കുന്ന ദൈവമക്കള് അല്പധൃതിയിലാണ്. കാരണം എന്താണ്? ഇവിടെയുള്ള ജോലി തീർക്കുകയും വേണം, കർത്താവ് വരുമ്പോൾ പോവുകയും വേണം. അത് നമ്മുടെ വലിയ പ്രത്യാശയുടെ ഒരു ഭാഗമാണ്. അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ളത് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തമാണ്. അങ്ങനെ തന്നെ വരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാമത്തെ അധ്യായത്തില് കർത്താവിന്റെ വരവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം ഇവിടെയൊക്കെ വരവിനെ കുറിച്ചും ഉൽപ്രാവണത്തെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് വേഗം വരികയും കർത്താവിൽ വിശ്വസിച്ചിട്ട് മരിച്ചവർ ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് രൂപാന്തരം ഭവിക്കുകയും ചെയ്തിട്ട് അവര് കർത്താവിനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ വിചാരിക്കുന്നു സഭായുഗത്തിൽ രക്ഷിക്കപ്പെട്ട് മരിച്ചതായിരിക്കുന്ന എല്ലാവരും അന്ന് ഉയർക്കും. അതുപോലെ സഭായുഗത്തിൽ രക്ഷിക്കപ്പെട്ട് ജീവനോടെ കർത്താവിന്റെ വരവെങ്കിൽ ഇരിക്കുന്ന എല്ലാവരും അന്ന് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. അങ്ങനെ ഒരു വലിയ ഒരു സമൂഹം ലോകത്തിൽ ശേഷിക്കുന്ന മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി, ശാരീരികമായും മാനസികമായും ആത്മീയമായും വ്യത്യസ്തരായി. കാരണം രൂപാന്തരം എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നാം തികച്ചും വ്യത്യസ്തരായ ആളുകളായിരിക്കും. അത് നടക്കാനായിട്ട് പോവുകയാണ്. ഇത് വെറും ഒരാശയമല്ല, ഇത് കർത്താവ് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ഉറപ്പാണ്. കർത്താവിന്റെ വചനത്തിനും വാഗ്ദത്തത്തിനും ഒരിക്കലും വ്യത്യാസം വരികയില്ല എന്ന് നമുക്കറിയാമല്ലോ. കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ മഹത്വീകരണത്തിനുള്ള പ്രധാന ഉറപ്പെന്താണ്, ഗ്യാരണ്ടി എന്താണ് എന്ന ആൾ ചോദിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നത് പോലെ കർത്താവ് വരുമെന്നും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്നും ഒക്കെ നിങ്ങൾ പറയുന്നു. അത് നിങ്ങളുടെ ഒരു ആശയം നല്ലേ ഉള്ളൂ, വല്ല ഉറപ്പുള്ള കാര്യമാണോ? ഉറപ്പുള്ള കാര്യമാണ്. എന്താണ് അതിന്റെ ഉറപ്പ്? അതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, ഉയർപ്പ്, മഹത്വീകരണം അത് തന്നെയാണ്. മരിച്ച കർത്താവ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് മഹത്വധാരിയായി സ്വർഗത്തിലേക്ക് തന്നെ പോയി. നമ്മളെ പറ്റി പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. സ്ഥാനീയമായി നോക്കിയാൽ നാം ഇന്ന് കർത്താവിനോടുകൂടെ ഇരിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. അപ്പോ വേദശാസ്ത്രപരമായി നാം കർത്താവിനോടുകൂടെ മരിച്ചവരും അടക്കപ്പെട്ടവരും ഉയർക്കപ്പെട്ട് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരുമാണ്. കർത്താവിനോടുകൂടെ കഷ്ടം സഹിച്ചാൽ കൂടെ വാഴുമെന്നും കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഒന്നാമത് പ്രായോഗികമായിരിക്കുന്ന വശം നോക്കിയാൽ കർത്താവിൽ വിശ്വസിച്ചവർ സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും സഹിക്കുന്ന കഷ്ടങ്ങൾ ദൈവം ആ കഷ്ടതകളെ മഹത്വത്തിനുള്ള മുഖാന്തരമായി ഉപയോഗിക്കും. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ സഹിക്കുകയും മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നവർ കർത്താവിനോടുകൂടെ കർത്താവിനോടുകൂടെ വാഴുന്ന ഒരു അനുഭവം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരാണ് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും അതിൽ പങ്കാളികളാണ്. അങ്ങനെയാണ് നമ്മുടെ മരണം, കർത്താവിനോടുകൂടെയുള്ള ക്രൂശിക്കല്, കർത്താവിനോടുകൂടെയുള്ള അടക്കം, അതുപോലെ കർത്താവ് ഉയർത്തപ്പോൾ നാമും ഉയർത്തു. കർത്താവിനോടുകൂടെ ഇന്ന് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. സ്ഥാനീയമായി നാം അങ്ങനെയാണ്. കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ചോദ്യപേപ്പർ ഉത്തരപ്പ ക്ലാസ്സുകളെല്ലാം നോക്കി, അതിനുശേഷം മാർക്കുകളെല്ലാം ടാബുലേറ്റ് ചെയ്തു, അവരുടെ സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. എന്നാൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് കുറെ കഴിഞ്ഞേ ഉള്ളൂ. അതിനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, ആ ഡേറ്റിൽ മാത്രമേ അനൗൺസ് ചെയ്യൂ. ഈ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല അവർ ജയിക്കുന്നത്, അവർ ജയിച്ചു എന്നാണ് അനൗൺസ്മെന്റ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കർത്താവിൽ വിശ്വസിച്ചവരായിരിക്കുന്ന ആളുകളുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓൾറെഡി യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ വരവെങ്കിൽ ജയിച്ചവരെ വിളിക്കുക മാത്രം, അവരുടെ പേര് മാത്രം വിളിക്കും. അപ്പോ നാം അങ്ങനെ കയറി ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് തീർച്ചയായിട്ടും ഇരിക്കുന്നത്. ഇന്ന് നാം ദൈവമക്കളാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള പ്രസ്താവന ഏറ്റവും ശ്രദ്ധേയമാണ്. നാം അങ്ങനെ തന്നെ ആകുന്നു.
നാം അങ്ങനെ തന്നെയാകുന്നു. നാം ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. ദൈവത്തിന്റെ മക്കളാകിയാൽ നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പുണ്ട്. യോഹന്നാൻ 3:16 ശ്രദ്ധയോടെ നാം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപികളായിരിക്കുന്ന മനുഷ്യനെയാണ് സ്നേഹിച്ചത് ലോകത്ത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? അവർ നശിച്ചു പോകാതെ നിത്യജീവൻ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോ നിത്യജീവൻ നാം അനുഭവിക്കുന്നത് നിത്യസ്വർഗത്തിലാണ്. ഇന്ന് നമുക്ക് നിത്യജീവനുണ്ട്, അത് ദൈവം ഗ്യാരണ്ടി ചെയ്തു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാലും നാം ഇവിടെ വീണ്ടും മരിക്കുന്നവരാണ്. നമ്മുടെ ശരീരം മരിക്കും, എന്നാൽ ഒരിക്കലും മരിക്കാതെ നിത്യമായ ജീവൻ അവകാശികളായി നാം കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു സമയം വരികയാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ രക്ഷയ്ക്ക് മുഖ്യ കാരണമായിട്ടുള്ളത്. നമ്മുടേതായ യാതൊരു നന്മയോ സൽപ്രവൃത്തിയോ ഒന്നും ദൈവം കണക്കാക്കിയിട്ടല്ല നമ്മെ രക്ഷിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പുത്രനിലൂടെ രക്ഷിക്കുന്ന ആ രക്ഷയാണ് നാം അനുഭവിക്കുന്നത്. നമ്മെ രക്ഷിക്കുന്നതിനാൽ നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നു. ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പാപത്തെ സ്നേഹിക്കുന്നു എന്ന ആശയം അവിടെയില്ല. ആദാമ്യ പാപത്താൽ സകലരും പാപികളായി തീർന്നതിനാൽ പാപികളല്ലാത്ത ഒരു കൂട്ടരെ ദൈവത്തിന് തിരഞ്ഞെടുത്ത് സ്നേഹിക്കാനാവില്ല. എന്നാൽ പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകി. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി പാപികൾക്ക് വേണ്ടി പുത്രനെ നൽകി എന്നതാണ്. ഒരാൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് അവന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ പിതാവ് തന്നു. യേശുക്രിസ്തു ക്രൂശിൽ പാപികൾക്ക് വേണ്ടി മരിച്ചു. ആ മരണമാണ് ഒരു പാപിയായ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. യോഹന്നാന്റെ 3:16 നാം വിശകലനം ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം സൃഷ്ടാവായ ദൈവം മനുഷ്യനെ അവനായിരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്നാണ്, ലോകത്തെ സ്നേഹിക്കുന്നു എന്ന പ്രസ്താവന കൊണ്ട്. ഈ നാം ആയിരിക്കുന്നത് പോലെ നമ്മെ അവൻ സ്നേഹിക്കുന്നു. മനുഷ്യന് കൽപ്പിക്കുന്ന യാതൊരു പ്രത്യേകതകളും ദൈവം പരിഗണിച്ചല്ല. സ്ത്രീ പുരുഷ വ്യത്യാസമോ, ധനവാൻ ദരിദ്രൻ വ്യത്യാസമോ, പണ്ഡിതൻ പാമരൻ വ്യത്യാസമോ, നല്ലവൻ ദുഷ്ടൻ, പാപി വിശുദ്ധൻ, ഇങ്ങനെയുള്ള യാതൊരുവിധമായ വ്യത്യാസങ്ങളും പരിഗണിച്ചിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം ആയിരിക്കുന്നത് പോലെ പാപികളായിരിക്കുമ്പോൾ തന്നെ, ദോഷികളായിരിക്കുമ്പോൾ തന്നെ, കർത്താവിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, നാം പാപികളാണ്. വേറെ ഒരു മാനദണ്ഡവും നമ്മെ സ്നേഹിക്കുവാനായിട്ടില്ല. ദൈവത്തിന് അങ്ങനെ പ്രസാദമായി ദൈവം നമ്മെ സ്നേഹിച്ചു. അത് എത്ര വലിയ ഒരു സത്യമാണ്. വിവേചനങ്ങളുടെ ലോകത്ത് യാതൊരു വിവേചനവും കൂടാതെ പാപികളായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. ഈ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു മനുഷ്യനും ദൈവസ്നേഹത്തിൽ ആകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഏതൊരു മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഏതൊരു മനുഷ്യനും ദൈവസ്നേഹത്തിന്റെ ഉടമയായി തീരുവാനായിട്ട് കഴിയുന്നതാണ്. ദൈവസ്നേഹത്തിന്റെ ഉദ്ദേശം എത്ര മഹത്തരമാണ്! നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതിനേക്കാൾ വലിയൊരു ഉദ്ദേശം ദൈവത്തിന് എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയൊരു ആഗ്രഹം എന്താണ് ഉണ്ടാകുവാൻ കഴിയുക? പാപികളായ മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളമായ നിത്യൻ നരകം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം അവന് നിത്യജീവൻ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണമാണ് നമ്മെ സ്നേഹിച്ചത്. പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്ത്, നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്ത്, നാം കൊടുക്കേണ്ട കടം അവൻ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേറെ യാതൊരു എതിർന്യായങ്ങളും ഇല്ല. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന പ്രസ്താവന ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ഉദ്ദേശത്തെയാണ് കാണിക്കുന്നത്. നരകത്തിൽ പോകരുത്, നിത്യജീവനിലേക്ക് വേണം പോകാൻ, നിത്യസ്വർഗത്തിലേക്ക് വേണം പോകാൻ. മനുഷ്യവർഗത്തിന്റെ ചിരകാല സ്വപ്നമാണ് സ്വർഗം. അത് ലഭിക്കുവാൻ മതങ്ങൾ നിർദ്ദേശിക്കുന്ന നൂറുകണക്കിന് കർമ്മങ്ങൾ, കൂദാശകൾ, പുണ്യപ്രവൃത്തികൾ എത്ര ഭക്തിയോടെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ അതിനൊന്നും സ്വർഗപ്രാപ്തി നൽകുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ ദൈവം തന്റെ കൃപയാൽ പുത്രനെ കാൽവറിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി മരിക്കുവാൻ അനുവദിച്ചതുകൊണ്ട് ആ പുത്രൻ തമ്പുരാൻ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, നിത്യ സ്വർഗം അത് ദൈവം ദാനമായി നൽകുകയാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ഏക മാർഗം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ഏകജാതനായ പുത്രൻ എന്ന പ്രയോഗം ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ തൃത്വത്തിൽ മൂന്നാളത്വങ്ങളായി സ്ഥിതി ചെയ്യുന്ന ദൈവത്തിലെ പുത്രനെ, രണ്ടാമനായ പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു. സാക്ഷാൽ ദൈവമായ പുത്രൻ സാക്ഷാൽ മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നു. കന്യക മറിയയിൽ മനുഷ്യത്വം സ്വീകരിച്ച ഒരു മനുഷ്യനായി മനുഷ്യവർഗത്തിന്റെ ജീർണതയായ പാപത്തിന് ഓഹരിക്കാരനാകാതിരിക്കുവാൻ സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയല്ല നമ്മുടെ കർത്താവ് ജനിച്ചത്. കന്യകയായ മേരി യാതൊരു പുരുഷനെയും അറിയും മുൻപ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രവർത്തനത്താൽ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു. ശുദ്ധീകരിക്കപ്പെട്ട മറിയത്തിന്റെ അണ്ടത്തിൽ ദൈവാത്മാവിന്റെ പ്രത്യേക ശക്തി വ്യാപിക്കുകയും മറിയം ഗർഭം ധരിക്കുകയും ചെയ്തു. അവളിൽ ഉൽപാദിതമായത് വിശുദ്ധ പ്രജ എന്നാണ് അത് ദൈവദൂതൻ ജോസഫിനോട് അറിയിച്ചത്. മറിയമിന്റെ സ്വഭാവത്തെയും ശുദ്ധിയെയും യേശു അടിസ്ഥാനപ്പെടുത്തിയല്ല യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഇരിക്കുന്നത്. പിന്നെയോ സാക്ഷാൽ ദൈവമായി നിത്യതയിൽ അതേ വാണതായിരിക്കുന്ന കർത്താവ് മനുഷ്യത്വം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരക്കാരനായിട്ട് തീർന്നു എന്നുള്ളത് നമ്മോടുള്ളതായിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഞാൻ പറയട്ടെ, ഒരേ സമയം ദൈവവും അതേസമയം മനുഷ്യനുമായുള്ള അവസ്ഥയാണ് യേശു ക്രിസ്തു ജഡധാരണം നിമിത്തം സ്വീകരിച്ചത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അല്ലെ ഏക വ്യക്തി സംയോഗം എന്ന് സാങ്കേതികമായി വേദശാസ്ത്രികൾ പറയും. ആ ഒരു അവസ്ഥയാണ് യേശു ക്രിസ്തു സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ രണ്ട് യാഥാർത്ഥ്യങ്ങൾ വൈരുദ്ധ്യം കൂടാതെ ഒന്നായി സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥ. യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും സങ്കലനം കൂടാതെ, സമ്മിശ്രം കൂടാതെ, വിഭജനം കൂടാതെ ആയിരിക്കുന്ന ഒരവസ്ഥ. ഒരേ സമയത്ത് അവൻ ദൈവമാണ്, എന്നാൽ അതേ സമയത്ത് അവൻ മനുഷ്യനാണ്. അങ്ങനെ ആയിത്തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മരണമില്ല. മരിക്കണമെങ്കിൽ ദൈവം മനുഷ്യത്വം സ്വീകരിച്ചെങ്കിലേ ഒക്കൂ. അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പകരക്കാരനായി മരിക്കുവാനായിട്ട് നിത്യനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ദൈവം ശരീരം കൂടി എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. ആ ശരീരമാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി അത് യാഗമാക്കി തീർത്തത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോഴും ഈ ഏകവ്യക്തി സംയോഗം എന്ന പ്രമാണം അവനിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് ശരീരവും ദൈവശ്വാസത്താൽ ദേഹിയാത്മാവും ആയ ഒരു ഏകവ്യക്തിയാണ് മനുഷ്യൻ. അപ്പോ ഒരു മനുഷ്യനിൽ ഒരേ സമയത്ത് ഭൗതികമായ ശരീരമുണ്ട്, അതുപോലെ ആത്മാവും അതിലുണ്ട്. ശരീരവും ആത്മാവും തമ്മിൽ ചേരുമോ? ഇല്ല. എന്നാൽ അത് തമ്മിൽ കൂട്ടിച്ചേർന്ന് മൂന്നാമതൊരു വസ്തുവാകാതെയും കൂട്ടിക്കലക്കി ഇരിക്കാതെയും ഒക്കെ അത് രണ്ടും അതിൻ്റെതായിരിക്കുന്ന സ്വഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ട് മനുഷ്യനിൽ ഒരു ഏക വ്യക്തിയായിട്ട് ഇരിക്കുന്നു. ആ അവസ്ഥയ്ക്കാണ് ഏക വ്യക്തി സംയോഗം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. മരണം എന്നാൽ വേർപാടാണെന്ന് നമുക്കറിയാം. നാം അതേക്കുറിച്ച് ചിന്തിച്ചു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ തന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു. എന്നാൽ തന്റെ ദൈവത്വം കർത്താവിന്റെ ശരീരത്തിൽ തന്നെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. അതിനാൽ കർത്താവ് ദൈവത്വം കണ്ടില്ല, ജീർണത തന്നെ ബാധിച്ചില്ല. തൃത്വം എന്ന മഹത്തായ അവസ്ഥയ്ക്ക് യാതൊരു വ്യതിയാനവും വന്നില്ല. കാരണം തൃത്വത്തിലെ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തു ജഡം ധരിച്ച് ആ മനുഷ്യനായി വന്നവനാണ് മരിച്ചത്. ദൈവത്തിന് മരണമില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ തന്റെ ശരീരം വിട്ടുപോയ ആത്മാവ് ശരീരത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയും യേശു ക്രിസ്തു സാക്ഷാൽ മനുഷ്യനും സാക്ഷാൽ ദൈവവുമായി ഇന്നും വാഴുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇത് കർത്താവിന്റെ കാൽവറിയിലെ ബലിമരണമാണ് നമ്മുടെ നീതീകരണത്തിന് ആധാരമായിരിക്കുന്നത്. നാം ദൈവമക്കളാകുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം എന്നത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. അതിനാൽ നാം വ്യക്തിപരമായി പുത്രനിൽ വിശ്വസിക്കണം. അപ്പൊ കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മഹത്വീകരണം സാധിക്കണം, നമ്മുടെ വീണ്ടെടുപ്പ് സാധിക്കണം. പാപികളായ നാം അത് മരിച്ച് നിത്യനാശത്തിലേക്ക് പോകരുത്. ദൈവത്തിന് അത് ഇഷ്ടമല്ല. നമ്മെ രക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നീതിമാനായ ദൈവത്തിന് വെറുതെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന്റെ നീതി നിവർത്തിക്കണം. അതേസമയം തന്നെ ദൈവത്തിന്റെ സ്നേഹവും വെളിപ്പെടണം. സ്നേഹവും നീതിയും തമ്മിൽ ചുംബനം ചെയ്യുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. അവിടെ സാക്ഷാൽ ദൈവമായിരുന്ന യേശു ക്രിസ്തു അതേ മനുഷ്യനായി തീർന്നു. അതുപോലെ തന്നെ സാക്ഷാൽ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു എന്ന് പറയാം. ആ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവവും മനുഷ്യനുമായവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവിടെ മരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അവിടെയാണല്ലോ നമ്മുടെ മഹോദ്ദീകരണം വരുന്നത്. കർത്താവ് മരിച്ചതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് അവസാനിക്കുന്നത്? കർത്താവ് മരിച്ചു, അവൻ മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവന് പാപം ഉണ്ടായിരുന്നില്ല, പാപം ചെയ്തില്ല,
ശരി, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. അതുകൊണ്ട് നാം എങ്ങനെയാണ് നമ്മുടെ പാപപ്രശ്നം മാറുന്നത്? അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ലളിതമായിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസം എന്നത്. വിശ്വാസം എന്ന ലളിതമായ മാർഗത്തിലൂടെ നാം ദൈവമക്കളായി തീരുന്നു. അതാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആരോ പറഞ്ഞതുപോലെ സ്വർഗം ഒരു ഭാഗത്തും അതേ ഭൂമി വേറൊരു ഭാഗത്തും, ഇതിന് മധ്യത്തിൽ വലിയ ഒരു ഗ്യാപ്പുണ്ട്, നിത്യനരകത്തിലേക്ക് പോകുന്ന ഗ്യാപ്പ്. ഇതിനെ യോജിപ്പിക്കുവാനായിട്ട് മനുഷ്യനൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കാൽവരിലെ ക്രൂശിൽ യേശു ക്രിസ്തു ഒരു പാലമായിട്ട് അതേ എന്ന വണ്ണം തീരുകയും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും നിത്യസ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അത് വിശ്വാസത്താലാണ് ഇത് നടത്തുന്നത്. വിശ്വാസം എന്ന ലളിതമായ മാർഗത്തിലൂടെ നാം ദൈവമക്കളായി തീരുന്നു. ദൈവം ചെയ്ത അതിമഹത്തായ രക്ഷണ്യ വേലയുടെ പ്രയോജനം നമുക്ക് ലഭിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക വ്യവസ്ഥ വിശ്വാസമാണ്. വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന പ്രസ്താവന അതാണ് കാണിക്കുന്നത്. നിത്യജീവൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കണം എന്നതാണ് ദൈവത്തിന്റെ വ്യക്തമായിരിക്കുന്ന പദ്ധതി. എന്താണ് വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം? നാം അതൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്. 3 അടിസ്ഥാന ആശയങ്ങളാണുള്ളത്. ഒന്ന്, ദൈവം പറഞ്ഞിട്ടുള്ള വസ്തുക്കളെ സത്യമെന്ന് അംഗീകരിച്ച് അതിന് പ്രകാരം പ്രവർത്തിക്കുക. ദൈവം എന്ത് പറഞ്ഞു? മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, മനുഷ്യന്റെ പ്രവൃത്തികളവൻ രക്ഷിക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം മനുഷ്യനായി തീർന്ന് പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിലെ ക്രൂശിൽ മനുഷ്യവർഗത്തിന് പകരക്കാരനായിട്ട് മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ യേശു ക്രിസ്തു കാൽവറിയിലെ ബലി നമ്മുടെ പാപപ്രശ്നത്തിന്റെ പരിഹാരമാണ്. ഇതാണ് ദൈവം പറയുന്നത്. അത് നാം വിശ്വസിക്കണം. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം പറയുന്ന കാര്യത്തിൽ ഒരു അണുമണി പോലും വ്യത്യാസം വരുത്താതെ ഉവ്വ് ദൈവമേ അങ്ങനെ തന്നെയാണ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് നാം പറയണം. അപ്പോ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പടി എവിടെയാകുന്നു. രണ്ടാമത്, ദൈവം ചെയ്ത പ്രവൃത്തിയെ യാതൊരു വിശേഷിപ്പിക്കലും കൂടാതെ നാം അംഗീകരിക്കണം. അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെതിരെ വാദിച്ചിട്ട് കാര്യമില്ല. നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷയുണ്ട്. നാം എന്താണ് പറയേണ്ടത്? കർത്താവേ, നീ പറഞ്ഞതുപോലെ തന്നെ നീ ജലം ധരിച്ച് ഭൂമിയിൽ വന്നു, അതെ, നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, നീ അടക്കപ്പെട്ടു, 3-ാം ദിവസം നീ ഉയർത്തെഴുന്നേറ്റു, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപം ലഭിക്കേണ്ടതിന് തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ആ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രധാന വശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത്, അതിന് ആശ്രയം എന്നൊരു വാക്കുണ്ട്, അർത്ഥമുണ്ട്. ആശ്രയം, വിശ്വാസത്തിന് ആശ്രയിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനമില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എന്നുള്ളത് അറിയാം, എന്നാലും വേറെ എന്തെങ്കിലും ചെയ്യാം, അലോപ്പതിയേ ഉള്ളൂ അല്ലെ ആയുർവേദമേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾ പിന്നെ എന്ത് ചെയ്യും? അതിന്റെ കൂടെ അല്പം ആയുർവേദം ഇരിക്കട്ടെ, അലോപ്പതി ഇരിക്കട്ടെ, സിദ്ധാവൈദ്യം ഇരിക്കട്ടെ, അതുപോലെ നാച്ചുറോപ്പതി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതും ഇതും എല്ലാം ചെയ്യും. ഏതാണ് ഭരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നാ പറയുന്നത്. അത് വിശ്വാസമല്ല. അതൊന്നിനും വിശ്വാസമില്ല. ചാൻസ് എടുക്കുകയാണ്. ഭരിക്കട്ടെ എന്ന്. കർത്താവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവനിൽ ആശ്രയിക്കുക. ഞാൻ മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യം, ഞാൻ അംഗീകരിച്ച കാര്യം, യേശു ക്രിസ്തു എന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാൻ അംഗീകരിച്ച കാര്യം ആദ്യം വിശ്വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്. ഞാൻ ഇനിയും ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണ്. യേശുവെ, എന്നെ രക്ഷിക്കണമേ, നീ എന്റെ രക്ഷിതാവായിട്ട് വരണമേ എന്ന്. ഈ ആശ്രയം ഉള്ള ആളുകളെയാണ് ദൈവം രക്ഷിക്കുന്നത്. അതാണ് രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞതിൽ 3 അടങ്ങിയിട്ടുണ്ട്. ഈ 3 വശങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദൈവം പറയുന്ന പ്രസ്താവനകളെ അതേപടി വിശ്വസിക്കുക, അതുപോലെ നാം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ അവിടം തന്നെ അംഗീകരിക്കുക, എന്നിട്ട് ആ ദൈവത്തിൽ നാം പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, തൃത്വത്തിലെ 2ാമത്തെ അംഗം, ദൈവത്തോടുള്ള സമത്വം, ഇതിന്റെ പ്രഭാവങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നിത്യമായി സ്വർഗത്തിൽ കഴിയണമെന്ന് വിചാരിക്കാതെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് സാക്ഷാൽ മരണം സാധ്യമായ ഒരു ശരീരം അവൻ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ വന്നു. 33 തിരുവർഷങ്ങൾ ഇവിടെ ജീവിച്ചു. അവസാനം അവൻ ഒരു പാപവും ചെയ്തില്ല. അവൻ പാപം ഉണ്ടായിരുന്നില്ല, പാപ സ്വഭാവം ഉണ്ടായിരുന്നില്ല, പാപ പ്രവൃത്തി ഉണ്ടായിരുന്നില്ല, ഒരു പാപ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതെ, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ
എന്ന് അത് പീലാത്തോസ് പറഞ്ഞു. കാരണം പാപം ഉണ്ടെങ്കിൽ അവനെ ക്രൂശിച്ചിട്ട് കാര്യമില്ല. പാപരഹിതനായിരിക്കുന്ന ഒരാള് മരിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അങ്ങനെ പാപരഹിതനായിരിക്കുന്ന കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. നമ്മുടെ ശിക്ഷ മുഴുവനും അവൻ ഏറ്റെടുത്തു. അടക്കപ്പെട്ട ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പാപത്തെ പരാജയപ്പെടുത്തി, പാപത്തിന്റെ കാരണക്കാരനായ സാത്താനെ പരാജയപ്പെടുത്തി, പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തെ പരാജയപ്പെടുത്തി. ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഇത് 3 ആവശ്യമാണ്. ഒന്ന്, പാപത്തെ എന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തണം. രണ്ടാമത്, പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ അതിജീവിക്കണം. മൂന്നാമത്, കാരണക്കാരനായ പിശാചിനെ തോൽപ്പിക്കണം. കർത്താവ് ഇത് 3 ചെയ്തു. അത് പാപികളായ നമുക്ക് രക്ഷ നൽകുവാൻ തക്കവണ്ണമിടയായി. ഇത് വിശ്വാസത്താലാണ് നാം അംഗീകരിക്കേണ്ടത്. വിശ്വാസത്താലാണ് രക്ഷ. അതിന്റെ അർത്ഥവും വ്യാപ്തിയും നാം അറിഞ്ഞിരിക്കണം. പലരും ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാ ഇത്രയും വാശി പിടിക്കുന്നത്? വിശ്വാസത്താൽ മാത്രമേ രക്ഷിക്കൂ ദൈവം എന്തിനാ പറയുന്നത്? മനുഷ്യൻ കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കരുതോ? നല്ല സൽപ്രവൃത്തികൾ ചെയ്യരുതോ? ചെയ്യുന്നതൊക്കെ അംഗീകരിക്കരുതോ? അവന്റെ നല്ല ആഗ്രഹത്തെ അങ്ങ് മാനിക്കരുതോ? അവൻ ചെയ്യുന്ന കൂതാശകളെ അങ്ങ് അംഗീകരിക്കരുതോ? അവൻ എന്തോ ഒരു കഷ്ടപ്പെടുന്നു, ഉപവസിക്കുന്നു, മല കയറാൻ പോകുന്നു, എന്തെല്ലാം കഷ്ടം സഹിക്കുന്നു, അതൊക്കെ ദൈവത്തിനങ്ങ് മാനിച്ച് അവനെ രക്ഷിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട്. കാരണം അവരുടെ ഈ വിശ്വാസം എന്താ പ്രത്യേകത? വിശ്വാസം അതിനെന്താ ശക്തിയുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഈ രോഗം എന്തുകൊണ്ടാ വന്നത് എന്നറിയാതെ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ പോലെയാണ്. രോഗത്തിന്റെ കാരണം അറിയാതെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ? ശരീരത്ത് കാൽസ്യം കുറഞ്ഞുകൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന രോഗങ്ങൾക്ക് വെള്ളത്തിൽ പോയി മുങ്ങി കുളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒന്നും കാര്യമില്ല. രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ. മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപിയായി തീർന്നത്? കൂതാശകൾ ചെയ്യാഞ്ഞുകൊണ്ടാണോ പാപിയായി തീർന്നത്? പ്രാർത്ഥന മുടക്കിയത് കൊണ്ടാണോ പാപിയായി തീർന്നത്? സൽപ്രവൃത്തികൾ ചെയ്യാഞ്ഞതുകൊണ്ടാണോ പാപിയായി തീർന്നത്? കഷ്ടത അനുഭവിക്കാഞ്ഞത് കൊണ്ടാണോ പാപിയായി തീർന്നത്? അല്ല, മനുഷ്യൻ പാപിയായി തീർന്നത് അവിശ്വാസത്താലാണ്. നന്മതിന്മകളുടെ ഫലത്തിന്റെ വൃക്ഷം സംബന്ധിച്ച് ദൈവം ആദഹുമാരോട് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന, അവർ മുഖവിലയിൽ എന്ന് എടുത്തിരുന്നെങ്കിൽ തിന്നുകയില്ലായിരുന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അവർ അംഗീകരിച്ചിടത്തോളം കാലം തിന്നില്ല. എന്നാൽ ഒരു ദിവസം സാത്താൻ വരികയും നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം അതിന് പകരം ദൈവത്തെ പോലെ ആയി തീരും എന്ന് പറഞ്ഞപ്പോൾ ആദഹുമാർക്ക് ദൈവത്തിന്റെ പ്രസ്താവനയിൽ സംശയം തോന്നി. അവർക്ക് ആ സംശയം മുഴുത്തു. ഇല്ല, ദൈവം പറയുന്നതല്ല ശരി. കാണുവാൻ നല്ലൊരു പഴം തിന്നാൽ എങ്ങനെയാ മരിക്കുന്നത്? ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാമെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ തോന്നുന്ന ഒരു പഴം പറിച്ചു തിന്നാൽ എങ്ങനെയാ മരിക്കുന്നത്? അവർ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല, സാത്താൻ പറഞ്ഞതാണ് ശരി. അതിന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? അവർ പഴം പറിച്ചു തിന്നു. അനുസരണക്കേട് കാണിച്ചു. അവിശ്വാസം, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രവൃത്തി ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്. അപ്പോ അങ്ങനെ പാപിയായി തീർന്നതായിരിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ കൗതാശികം, അവന്റെ സമുദായം അനുവർത്തിക്കുന്ന, അനുശാസിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ അവന്റെ പാപം പോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നത്? ഏതെങ്കിലും മല കയറി അവന് പാപം പോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും സൽപ്രവൃത്തി ചെയ്ത് 10 പേർക്ക് ചോറ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഇച്ചിരി കാശ് കൊടുത്തു, അതുകൊണ്ട് എങ്ങനെയാ അവന് പാപം പോകുന്നത്? അവിശ്വാസത്താൽ ഉണ്ടായതായിരിക്കുന്ന രോഗം പരിഹരിക്കണമെങ്കിൽ വിശ്വാസം തന്നെ വേണം. അവിശ്വാസത്തിന്റെ മറുമരുന്ന് വിശ്വാസമാണ്. അനുസരണക്കേടിന്റെ മറുമരുന്ന് അനുസരണമാണ്. അതുകൊണ്ട് വിശ്വാസത്താലും അനുസരണത്താലും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്നൊക്കെ ബൈബിൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. വിശ്വാസത്താൽ അല്ലാതെ നമുക്ക് ദൈവത്തിന്റെ രക്ഷ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ രക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണമായി ആശ്രയിക്കണം. സ്വന്തം നന്മയിലോ സ്വന്തം പ്രവൃത്തിയിലോ ആശ്രയിക്കാതെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ വരിയിൽ മാത്രം ആശ്രയിക്കുക, അത് വിശ്വസിക്കുക എന്നത് അതിന്റെ ഒരു വശമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് വിശ്വാസം എന്ന ഏകമാർഗം മാത്രമേ ദൈവം രക്ഷയ്ക്കായി അംഗീകരിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സൽപ്രവൃത്തികളും പ്രാർത്ഥനകളും ഉപവാസം, മലകയറ്റം, സ്വയത്യാഗം മുതലായ കാര്യങ്ങൾ ചെയ്യാഞ്ഞത് കൊണ്ടല്ല മനുഷ്യൻ പാപിയായി തീർന്നത്. അവൻ പാപിയായി തീർന്നത് അവിശ്വാസത്താലാണ്. ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല, ദൈവത്തെ അവൻ അനുസരിച്ചില്ല. അപ്പോൾ അതിപ്രധാനമായ ഒരു ചോദ്യം അതാണ്. മനുഷ്യൻ പാപിയായി തീർന്ന അവിശ്വാസത്താലും അനുസരണക്കേടിനാലും ആണെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം പറയുന്ന കാര്യം അവൻ വിശ്വസിക്കണം.
പഴം തിന്നാൽ ചാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവന് വിശ്വസിച്ചെങ്കിൽ അവന് തിന്നുകയില്ലായിരുന്നു. ഇപ്പോ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം പറയുമ്പോ അവൻ എന്താണ് പറയേണ്ടത്? ഊവോ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടും. എന്നാൽ അന്നേരം പറയില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ മല കയറിയാൽ മതി, ഞാൻ സൽപ്രവൃത്തി ചെയ്താൽ മതി, ഞാൻ ഉപവസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അത് ആകാൻ പോയതായിരിക്കുന്നത് തെറ്റായ വഴിയിൽ തന്നെയാണ് ഇപ്പോഴും മനുഷ്യൻ പോകുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് തീർച്ചയായിട്ടും സാധ്യമല്ല. ആദാം വിശ്വസിച്ച കാലത്തോ, ദൈവം പറഞ്ഞത് വിശ്വസിച്ച കാലത്തോളം ആദാം ആ പഴം പറിച്ചു തിന്നില്ല. എന്നാൽ ആ പഴത്തെക്കുറിച്ച് തെറ്റായിരിക്കുന്ന ഒരു വ്യാഖ്യാനം സാത്താൻ കൊടുത്തു. അത് വിശ്വസിച്ചപ്പോഴാണ് അവന് പഴം പറിച്ചു തിന്നത്. അപ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയും സാത്താനെ വിശ്വസിക്കുകയും ചെയ്തു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുകയും സാത്താൻ ശുപാർശ ചെയ്ത് അവൻ ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് മനുഷ്യന് പാപിയായി തീർന്നു. അപ്പോൾ ഇങ്ങനെ അവിശ്വാസത്താൽ പാപം ചെയ്ത് ആത്മീയമരണം ഉണ്ടായി എങ്കിൽ അവിശ്വാസത്താൽ ഉണ്ടായ ഈ ലോകത്തിന് പ്രതിശാന്തി വിശ്വാസത്താലാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ കൂടെ കൂടെ എല്ലായിടത്തും അടിവരയിട്ട് വിശ്വസിക്കുക 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സൽക്കർമ്മങ്ങൾ മോശമായതുകൊണ്ടോ, പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പായതുകൊണ്ടോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. രോഗത്തിന് ചികിത്സയെങ്കിലേ സൗഖ്യമാകൂ. ഇന്ന് അനേകരെല്ലാം മതങ്ങളും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? രോഗത്തിനല്ല ചികിത്സിക്കുന്നത്, സിംറ്റത്തിനാ ചികിത്സിക്കുന്ന. സിംറ്റങ്ങളാണ്, രോഗത്തിന്റെ ലക്ഷണങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്. ഇല്ല, അടിസ്ഥാന രോഗത്തിന് തന്നെ ചികിത്സിക്കണം. റോമാലേഖനം നമ്മളെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവിടെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ സൽപ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുന്നില്ല എന്നാണ്. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ മനുഷ്യനെ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തിയില്ലല്ലോ. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ചെയ്താൽ പോലും രക്ഷ കിട്ടില്ലെന്നാ പറഞ്ഞത്. അതിനെ പാപത്തിന്റെ ബോധം ഉണ്ടാകുന്ന പറഞ്ഞത്. ന്യായപ്രമാണത്താൽ പാപബോധമാണ് ഉണ്ടാകുന്നത്. നമ്മള് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയും, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് രോഗം എന്താണെന്ന് നിശ്ചയിക്കണമല്ലോ. ബ്ലഡ് ഒന്ന് പരിശോധിക്കാം, യൂറിൻ ഒന്ന് പരിശോധിക്കാം, സ്റ്റൂൾ ഒന്ന് പരിശോധിക്കാം. ഇങ്ങനെ പല പരിശോധനകൾ നടക്കും. ഒരു എക്സ്റേ എടുത്ത് നോക്കാം, ECG നോക്കാം. ഈ എക്സ്റേ, ECGയും ബ്ലഡ് ടെസ്റ്റും ഒന്നും രോഗ ശമനത്തിനല്ലാതെ എത്ര നേരം ജീവിതകാലം മുഴുവൻ അത് ചെയ്തുകൊണ്ട് ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞാലും രോഗം മാറുകയില്ല. പിന്നെ അതെന്ത് കാണിക്കും? നീ എന്തുകൊണ്ടാണ് രോഗിയായിരിക്കുന്നത്, നിന്റെ രോഗത്തിന്റെ കാരണം എന്താണ്, അത് ഈ ടെസ്റ്റുകൾ വെളിപ്പെടുത്തും. പഴയ നിയമം നമ്മളെ വെളിപ്പെടുത്തുന്നതാണ്. പഴയ നിയമം ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും, എനിക്ക് പ്രവൃത്തിയെ രക്ഷപ്പെടാൻ കഴിയുകയില്ല, എനിക്ക് എന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, എനിക്ക് പാപ സ്വഭാവമുണ്ട്, എനിക്ക് പാപം എന്റെ മേൽ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് ദൈവവുമായി അടുക്കുവാനായിട്ട് എന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ല. പിന്നെ ഇനി എന്താണ് മാർഗം? ഈ ടെസ്റ്റിന്റെ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ അടുക്ക് ചെല്ലുക. ഡോക്ടർ നമുക്ക് മരുന്ന് കുറിക്കും. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ഡോക്ടറെ അടുക്ക് ചെല്ലും. ആ ഡോക്ടർ എന്താണ് പറയുന്നത്? നീ പാപിയാണെന്ന് ബോധ്യമായ നിലയ്ക്ക് ഇനിയും ഞാൻ നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കുക. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കരുത്. റോമാലേഖനം 3:20 അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ സന്ധിയിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന്. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്നാണ് 3-ാം അധ്യായത്തിൽ റോമാലേഖനം 3:28 പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. റോമാലേഖനം 4:3. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. റോമാലേഖനം 4:5. എഫേസ്യ ലേഖനം 2:8 മുതൽ 10 വരെയുള്ള ഭാഗത്ത് വിശ്വാസത്താൽ മാത്രം കിട്ടുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. കർത്താവ് തന്നെ അനുഗമിച്ച ജനത്തോട് കൂടെ പറഞ്ഞതായിരിക്കുന്ന ഒരു സത്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16, 18, 36 ഈ വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്ന ജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല.
കർത്താവിന്റെ അടുക്കൽ വന്ന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളോട് കർത്താവ് പറഞ്ഞത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ, പിതാവ് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. യോഹന്നാൻ 6:29. വിശ്വാസത്തിന് പകരം വേറെ ഒന്നുമില്ല എൻ്റെ പ്രിയമുള്ളവരെ. എത്ര ലളിതമായിരിക്കുന്ന ഒരു വഴിയാണ് ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവം രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തീർത്തു. ദാനമായി നൽകപ്പെടുന്ന ഈ രക്ഷയെ വിശ്വാസത്തിന്റെ കൈകൾ നീട്ടി സ്വീകരിക്കണം. അത്രമാത്രം വിശ്വാസത്തിന്റെ കൈകൾ നീട്ടി സ്വീകരിക്കണം. റോമാലേഖനം 5:1 പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവവുമായി സമാധാന ബന്ധത്തിൽ വരുവാൻ വിശ്വാസത്തോടുകൂടെയുള്ള നീതീകരണം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുന്ന ഏവനും കർത്താവിന്റെ മരണ പുനരുത്ഥാനത്താലുള്ള നീതി ലഭിക്കും. നീതീകരണത്തിന് അവന് അർഹനായിത്തീരുന്നു. വിശ്വാസത്താലുള്ള രക്ഷയെ വില കുറഞ്ഞ രക്ഷയായി കരുതുന്നവരുണ്ട്. അവരതിന് പറയുന്ന ന്യായം, രക്ഷയ്ക്ക് വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന രക്ഷയല്ലേ, അത് വലിയ വിലയൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങളല്ലേ വില? പ്രാണവായു ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്? നാം അതുകൊണ്ട് ശ്വസിക്കാതിരിക്കുമോ? വില കുറഞ്ഞാണെന്ന് പറഞ്ഞ്. വെള്ളം നമുക്ക് ഫ്രീ ആയിട്ടല്ലേ നമ്മുടെ കണ്ടിൽ നിന്ന് കിട്ടുന്നത്, അതുകൊണ്ട് നാം ഇത് കുടിക്കാതെ ഇരിക്കുമോ? ഫ്രീ ആയി കിട്ടുന്നു എന്നുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിന് അത്ര ആവശ്യമാണ്. എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസം രക്ഷ നമുക്ക് ദാനമാണെങ്കിലും അത് ഒരുക്കുവാനായിട്ട് ദൈവത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു, വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ചൊരിഞ്ഞാണ് രക്ഷ ഒരുക്കിയത്. അതുകൊണ്ട് ഫ്രീ ആണ്, അതിന് വില കുറഞ്ഞതാണെന്ന് പറയരുത്. നമുക്ക് ഫ്രീ ആണ് എങ്കിലും ദൈവത്തിനത് ഫ്രീ അല്ല. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും വിലയേറിയത് അത് തന്നെയാണ്. വിശ്വാസത്താലുള്ള രക്ഷ വില കുറഞ്ഞതല്ല. അങ്ങനെ വില കുറഞ്ഞ് കാണുന്നതാണ് തെറ്റ്. അതൊരുക്കുവാൻ ദൈവം നൽകിയ വിലയെന്ന് പറയുന്നത് ലോകത്ത് എന്തിനെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും നൽകപ്പെട്ട ഏതൊരു വിലയേക്കാളും 100 മടങ്ങല്ല, 1000 മടങ്ങല്ല, കോടി മടങ്ങ് ഏറിയതാണെന്ന് ഞാൻ പറയട്ടെ. കാരണം കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിത്യനായ ദൈവത്തിന് ജഡം ധരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ തന്റെ ദേഹത്തിൽ ഏറ്റെടുത്ത് ക്രൂശിന്മേൽ ബലിമരണം ഭരിച്ചൊരുക്കിയ നിത്യരക്ഷ എങ്ങനെയാണ് വില കുറഞ്ഞതാകുന്നത്? അതേറ്റവും അമൂല്യമെന്ന് തന്നെ ഞാൻ പറയട്ടെ. എബ്രായ ലേഖനത്തിൽ കർത്താവ് നൽകുന്ന രക്ഷയെ എത്ര വലിയ രക്ഷയെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷ അതിനെ അഗണ്യമായി വിചാരിച്ചാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും കർത്താവ് നൽകുന്ന രക്ഷയെ വിശ്വാസത്താൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ആ രക്ഷയെ സ്വീകരിക്കണം. ദൈവപുത്രനായ ക്രിസ്തു ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങളുടെ പാപങ്ങൾക്കായി ക്രിസ്തു മരിച്ചു എന്നും അടക്കപ്പെട്ട് ഉയർത്തു എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിനെ നിങ്ങൾ രക്ഷകനായി അംഗീകരിച്ച് സ്വീകരിച്ച് ഏറ്റുപറയുക. റോമാലേഖനം 10-ാം 9-10 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരം പാപത്താൽ ജീർണിച്ച ശരീരമാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും നമ്മുടെ വ്യക്തിത്വത്തിന്റെ സർവ്വഭാഗങ്ങളും ജീർണത ബാധിച്ചതാണ്. ഈ ശരീരത്തെ മഹത്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. എന്നാൽ കർത്താവിന്റെ രക്ഷന്റെ പരിപാടിയിൽ പാപിയുടെ മഹത്വീകരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നറിഞ്ഞവരെ സുവിശേഷത്താൽ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് രക്ഷ എന്ന് പറയുന്നത്. മനോഹരങ്ങളായ ചിത്രശലഭങ്ങളെ നാം എല്ലാം കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ മനോഹരമായ ബട്ടർഫ്ലൈ ചില നാളുകൾക്ക് മുൻപ് ആര് കണ്ടാലും വെറുക്കുന്ന ചെടികളും ഇലകളും തിന്നു നശിപ്പിക്കുന്ന ഒരു പുഴുവായിരുന്നു എന്ന് നാം അറിയുന്നു. മെറ്റാമോർഫസിസ് എന്ന് വിളിക്കുന്ന ഒരു രൂപാന്തര പ്രക്രിയയിലൂടെ പുഴു ചിത്രശലഭമാകുന്നതാണ്. ദൈവം നമ്മിലും ഒരു മെറ്റാമോർഫസിസ് വരുത്തുന്നതിന്റെ ഫലമായി നമ്മുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും മൂല്യത്തിനും അടിസ്ഥാനപരമായ വ്യത്യാസം വരികയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ രൂപാന്തരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പാപികളായ നാം ദൈവമക്കളായി തീരുന്നു, അത് വിശ്വാസത്താൽ നടക്കുന്നു. രണ്ടാമത്, പരിശുദ്ധാത്മാവിന്റെയും ദൈവജനത്തിന്റെയും നിരന്തരമായ പ്രവർത്തനം മൂലം നമ്മുടെ സ്വഭാവത്തിനും മൂല്യത്തിനും രൂപം വരുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നാം പൂർണ്ണതയും നന്മയും നിറഞ്ഞ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യുവാനായിട്ടിടയാകുന്നു. മൂന്നാമത്, നമ്മുടെ ശരീരം ഇന്ന് ജീർണതകൾക്ക് വിധേയമാണെങ്കിലും ഇന്നതിന് രോഗമുണ്ട്, ക്ഷീണമുണ്ട്, മരണമുണ്ട്. എന്നാൽ വളരെ വളരെ താമസിയാതെ ഈ ശരീരം അത് രൂപാന്തരപ്പെടുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിമിഷത്തിനുള്ളിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും.
മഹത്വധാരികളായിട്ട് ഉയർത്തി നിൽക്കും. ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളുടെ ശരീരം രൂപാന്തരപ്പെടും. എന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ജീർണതകൾ മാറി മഹത്വപൂർണമായ ഒരു ശരീരം നമുക്ക് ലഭിക്കുന്നതാണ്. മരിച്ചുപോയവരുടെ ശരീരം ഉയർക്കുകയും മഹത്വം ധരിക്കുകയും ചെയ്യും. ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളുടെ ശരീരത്തിന് കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് രൂപാന്തരം വരും. അങ്ങനെ നാം കർത്താവിനോടുകൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. രോഗവും വേദനയും കണ്ണുനീരും മരണവും ഇല്ലാത്തൊരു നിത്യതയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാം. ശരീരത്തിന്റെ മഹത്വീകരണത്തോടു കൂടെ രക്ഷയുടെ വേല പൂർത്തിയാകുന്നതാണ്. നമ്മുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് വളരെയൊന്നും നമുക്കറിയില്ല. നാം കർത്താവിനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരുമെന്നാണ് യോഹന്നാൻ 3:2-3 പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ. അതുപോലെ 1 Corinthians 15 നമ്മുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ദ്രവത്വത്തിൽ മരിക്കുന്ന ശരീരം അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ മരിക്കുന്ന ശരീരം തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്ന ശരീരം ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം ആത്മീയ ശരീരമായി മാറുന്നു. നാം സ്വർഗീയനെ പോലെ സ്വർഗീയരായിത്തീരുന്നു. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ച് യാതൊരു പ്രത്യാശയുമില്ല. അവർ ശരീരത്തിന്റെ മരണാവസ്ഥയിൽ നിന്നും നിത്യനരകത്തിലേക്ക് തുടരും. നിത്യാഗ്നി നിത്യകാലം വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് ലഭിക്കുന്നത്. കാരണം നിത്യജീവന്റെ വഴി അവരെ ത്യജിച്ചു, അവരെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, രക്ഷ എത്ര മനോഹരമായ ഒരു അനുഭവമാണ്. രക്ഷിക്കപ്പെടുക എന്നത് നിത്യതയെ സൗഭാഗ്യപൂർണ്ണമാക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തോടുകൂടെ ദൈവജനം നിത്യസ്വർഗത്തിൽ കഴിയുന്ന ഒരു അനുഭവമാണത്. യോഹന്നാൻ 1:12 പറയുന്ന പ്രകാരം അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വാസത്താൽ നാം ദൈവമക്കളാകുന്നു. ഇന്ന് നാം ദൈവമക്കളാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ലായതുകൊണ്ട് പലവിധമായ പരിമിതികൾ നമുക്കുണ്ട്. എന്നാൽ വളരെ വേഗം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുകയും നാം കർത്താവിനോടുള്ള സ്വർഗത്തിലേക്ക് പോവുകയും നമ്മുടെ ബലഹീനതകളെല്ലാം മാറി സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ അനുഭവം നിങ്ങൾക്ക് ലഭ്യമാകുവാൻ നിങ്ങൾ ആർക്കൂടി ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിക്കുക. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് പകരക്കാരനായി മരിച്ചു എന്ന് സമ്മതിക്കുക. കർത്താവ് മരിച്ചടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് സമ്മതിക്കുക. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ മരണം നിങ്ങളുടെ പകരമരണമായ ദൈവം കണക്കാക്കി നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിക്കുകയും നിങ്ങൾക്ക് നിത്യജീവൻ നൽകും, പുത്രത്വം നൽകും, പരിശുദ്ധാത്മാവിനെ നൽകും, നിങ്ങളെ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ മരിക്കുമ്പോൾ കർത്താവിനോടുകൂടെയാകും. അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ മഹത്വീകരണം എന്ന് പറയുന്നത്. ആ മഹത്വീകരണത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ മഹത്വീകരണം ഉണ്ടാവൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ്. നിങ്ങള് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ നിത്യജീവൻ നിങ്ങൾ കരസ്ഥമാക്കണം. നിങ്ങൾ ദൈവമക്കളായി തീരണം. നിങ്ങളുടെ ബലഹീനമായ ശരീരത്തിന്റെ ബലഹീനത മാറി നിങ്ങള് ദൂതന്മാരെ പോലെ ബഹുത്വധാരികളായിട്ട് നിത്യസ്വർഗത്തിൽ നിത്യകാലം വാഴുവാൻ നമുക്കിടയാകുന്നതാണ്. ഈ ആഗ്രഹമുള്ളവർക്ക് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാം. നിങ്ങളുടെ സൃഷ്ടി ദൈവം എത്ര മനോഹരമായി ചെയ്തു. അത് നിങ്ങൾ പാപം ചെയ്തെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പ് എത്ര മനോഹരമായി ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പോ നിങ്ങളുടെ ബഹുദ്ധീകരണവും ദൈവം അത് ദാനമായിട്ട് നിങ്ങൾക്ക് തരുവാനായിട്ട് പോവുകയാണ്. ഈ ദൈവം എത്ര നല്ലവനാണ്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ രക്ഷ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.